ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. അതും കൂടി കത്തിക്കാണ്ടാണോ മോടെ നിൽക്കണത്? അതെ, അന്ന് ഞാൻ ആകെ ഒരു എന്തോ ശരിയല്ല. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞുള്ള അപ്പം അതാ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചേമ്പും കൊണ്ടൊരു മുളകുഷ്യം. അതായത് ഒരു ഇത്തിരി തുള്ളി ചള്ള. എൻ്റെ അമ്മ വെക്കാറുള്ള ഒരു സ്റ്റൈലാണ് കേട്ടോ. അതായത് പുളി ഒഴിക്കില്ല. ചിലർ മുളകുഷ്യത്തിൽ പുളി ഒഴിക്കും ചേമ്പിൽ. ഇതിൽ പുളി ഒഴിക്കേണ്ട ചേമ്പല്ല അത്. പിന്നെ പുളി ഒഴിക്കില്ല. കുറച്ച് ചാറ്, ഒരു മുളകുഷ്യം. അതിന് വേണ്ട സാധനങ്ങൾ എന്താ: ചെറിയ ഉള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഉണക്കമുളക്, മുഴുവൻ മുളകും മഞ്ഞളും കൂടി അരച്ചത്, ഉപ്പ്. ഇത്രയും. ആദ്യം നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ ചേമ്പില്ലേ അത് വേവുമ്പോൾ അടി പിടിക്കും. അപ്പോൾ ഒരു മെഴുക്കുണ്ടെങ്കിൽ അതങ്ങനെ പിടിക്കില്ല. അതുകൊണ്ടൊക്കെ നമ്മുടെ കഷ്ണങ്ങൾ കിടക്കുമ്പോൾ അത് അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ചേമ്പ് ഒരിത്തിരി എന്തല്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചേമ്പ്, പപ്പായ അല്ല പറയാ, ഇങ്ങനെ ഓരോ 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 സംഭവങ്ങളാണ്. ഈ ചതച്ചമുളക്, വെളുത്തുള്ളി, ഒരു പച്ചമുളക് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മളത് ഇത് ഇടുന്നുണ്ടല്ലോ, ഉണക്കമുളക് ഇടുന്നുണ്ടല്ലോ, ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരച്ചമുളക് ഒരു 3 മുളകാണുള്ളത്. 3 മുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി അരച്ചതാണ്. അപ്പോൾ വേവാനുള്ള ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു. ഓക്കെ, ഇതൊന്ന് കഴുകട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് ഇന്നൊരു മൂടില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാത്രമായിരിക്കില്ല, മിക്കവാറും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഒത്തിരി ദുഃഖം നിറഞ്ഞൊരു ദിവസം തന്നെ ആയിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ടു എന്നറിയുന്ന ദിവസത്തിനെക്കാളും ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നുന്നത് എന്താ അറിയാം? അവൻ്റെ ഭൗതിക ശരീരം ഇന്നത്തോടുകൂടി ഭൂമി വിട്ട് വിട പറയുകയാണെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടാവും അല്ലേ? കാരണം ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യാഴാഴ്ചയായിരുന്നു അല്ലേ അന്ന് ഭാവഗായകൻ എന്ന് പറഞ്ഞ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ വിടപറച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ ഈ പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഈ ഒരു ദിവസം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം മരിച്ചു എന്ന് പറയുന്ന ദിവസം ദുഃഖം ഉണ്ടാവണക്കാട്ടിലും എല്ലാം അവൻ്റെ അവസാനത്തെ അടയാളം കൂടി അല്ലേ, അവൻ്റെ അവസാനത്തെ അടയാളം കൂടി ഈ ഭൂമി വിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാവുന്ന എന്തോ ഒരു പ്രയാസം അത് മിക്കവാറും നമുക്ക് മാത്രമല്ല, മലയാളിയായ എല്ലാവർക്കും ഉണ്ടാകും. മലയാളിയായ ആൾക്കാർക്ക് മാത്രമല്ല. കാരണം ഈ ഭാവഗായകൻ പാടിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുഗു അങ്ങനെ പല ഭാഷകളിലും പാടിയത് കൊണ്ട് എല്ലാവർക്കും അതൊരു ദുഃഖം തന്നെയാണ്. പിന്നെ എന്താ പറയാന്ന് പറഞ്ഞാൽ ഉപ്പിടാൻ മറന്നോ? കണ്ടോ, ഉപ്പിടാനും മറന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ശരീരമാണെങ്കിലും ശബ്ദത്തിലൂടെ എന്നും അനശ്വരമായി നമ്മുടെ ഹൃദയത്തൊക്കെ എന്നും നിലനിൽക്കും അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന പേരുകളാണ് മലയാള ഭാഷയിലെ അഭിമാന ഭാവഗായകൻ അല്ലേ? അതുപോലെ തന്നെ എന്നും നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഒരു റേഡിയോയിൽ ഒരു പാട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞാൽ യേശുദാസ് പാടി എന്ന് പറയും, അടുത്ത് ജയചന്ദ്രൻ പാടി എന്ന് പറയും, അടുത്ത് പി സുശീല പാടി എന്ന് പറയും, എസ് ജാനകി പാടി എന്ന് പറയും. ഈ പേരുകളൊക്കെ പ്രിൻ്റ് അടിച്ച് പോകാത്ത ഒരു മനസ്സും കൂടി നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന് 100% സത്യമാണ് അല്ലേ? അപ്പോൾ ഈ വ്യക്തിത്വത്തിനെ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഈശ്വര സാന്നിധ്യമാണെങ്കിൽ, സത്യമായിട്ടും സംഗീതം ഈശ്വര സാന്നിധ്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈശ്വര സ്പർശമാണ്, അല്ലെങ്കിൽ ഈശ്വര സ്പർശനമാണ് ഇവൻ്റെയൊക്കെ ആ ശബ്ദങ്ങൾ അല്ലേ? ഇവൻ്റെയൊക്കെ ആ ശബ്ദം നമ്മളൂടെ കടന്നു പോകുമ്പം അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ എത്ര വികാരങ്ങൾ അത് കൂടെ കടന്നു പോയിട്ട് ചിലപ്പോൾ ചില എന്താ പറയുക ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടി സംഗീതം നമ്മൾ കേൾക്കും. ചിലപ്പോൾ ഒരുപാട് ആ ഇഷ്ടങ്ങൾ ഒന്നും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഒരാളത്തിൽ നമ്മൾ പതിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കേൾക്കും. ആദ്യം പ്രണയമാണെങ്കിലും ഒരു സംഗീതം കേൾക്കണം തോന്നും, ഒരുപാട് നഷ്ടമാണെങ്കിലും ഒരു നഷ്ടഗാനങ്ങൾ നമുക്ക് കേൾക്കണം തോന്നും. മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്തിരി നേരം ഒന്ന് മ്യൂസിക് കേൾക്കണം തോന്നാത്ത മനുഷ്യരെ ഉണ്ടാവില്ല. കാരണം ഈ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മരുന്നാണ്. കുറേ കാലഘട്ടത്തിന് ശേഷം പണ്ട് നമ്മുടെ ഒരുപാട് ആചാര്യന്മാർ പറയേണ്ടായിരുന്നു സംഗീതം ഒരു ദൈവസ്പർശമാണ്. അതുപോലെ തന്നെ സംഗീതം ഇത്രയും
നന്നായി പാടാൻ കഴിയാന്നുള്ളത് ഒരു ദൈവ അനുഗ്രഹമാണ്, ദൈവ സാന്നിധ്യമാണ് ഇവരൊക്കെ. ഇപ്പോൾ ദാസേട്ടനായാലും നമ്മുടെ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ ജയേട്ടനൊക്കെ ആണെങ്കിലും ഇതൊന്നും ഒരിക്കലും മണ്ണുള്ള കാലം വരെ അല്ലെങ്കിൽ മനുഷ്യനുള്ള കാലം വരെ ഒരിക്കലും നമ്മൾ വിട്ടു പോകുന്നില്ല. കാരണം അവർ പാട്ടിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരിൽ നിന്ന് പഠിക്കാനുള്ളത് ഇപ്പോൾ ദാസേട്ടനായാലും ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴും ജയേട്ടനാണെങ്കിലും അവരിൽ നിന്നൊക്കെ പഠിക്കാനുള്ളൊരു വലിയൊരു മഹത്വമായ കാര്യമുണ്ട്, എന്താ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരെക്കാളും മുമ്പ് പാടിപ്പോയവരോട് മത്സരമല്ല ഉണ്ടായിരുന്നത്. മത്സരമല്ല, കുഴപ്പമില്ല എന്നെക്കാളും നന്നായിട്ട് പാടി, ആ വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഏതോ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, എവിടെയൊക്കെ കേട്ട ചെറിയ കാര്യങ്ങളാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്നുള്ള പാട്ട് ആദ്യം പാടി, എന്നിട്ടത് ദാസേട്ടൻ പാടിയപ്പോൾ ആ പാട്ടിനെ വളരെ നന്നായി ഞാൻ പാടിയിരുന്നെങ്കിൽ ഇത്രത്തോളം ആവുണ്ടാകുന്നില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞൊരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടിയാണ് അല്ലേ. അതുപോലെ ഒരു പാട്ടിലേക്ക് നമ്മളൊക്കെ പാട്ട് പാടും, പക്ഷെ പാട്ട് പാടുമ്പോൾ ആ പാട്ടിലുള്ള വരികളായി മാറുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഈ ഭാവഗായകൻ എന്നുള്ള പേര് വന്ന എന്താ ആ ഭാവനയോട് കൂടി പാടുന്നത് കൊണ്ട് അല്ലേ. അതാണ് ആ വക ഗായകന്മാരൊക്കെ ഒരിക്കലും ഒരു കാലത്ത് നമ്മളെ വിട്ട് പോകുന്നില്ല. അതുപോലെ ഓരോ താരാട്ട് പാട്ടിലും ഓരോ സ്നേഹ സല്ലാപത്തിലും അതുപോലെ അമ്മപ്പാട്ടുകളിലും താരാട്ട് പാട്ടുകളും എല്ലാത്തിനും നിറഞ്ഞിരിക്കുന്ന എന്താ പറയുക, നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലം വരെ അല്ലെങ്കിൽ എത്ര 3 തലമുറകളൊക്കെ അവർ പാടി വന്നു അല്ലേ. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, എത്രയൊക്കെയോ ഗായകന്മാർ വീണ്ടും വീണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു. പക്ഷെ എത്രയോ പുതിയ ഗായകന്മാർ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ പോലും ഇങ്ങനെയുള്ള ലെജൻസായ സിംഗേഴ്സിനെ പറ്റി ഒരു തെറ്റും കൂടി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്രത്തോളം കഴിവുള്ള വ്യക്തികളായിരിക്കും അവരല്ലേ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഒരു യുഗത്തിൽ ഒരു പ്രാവശ്യം മാത്രം ജനിക്കുന്ന ചില വ്യക്തികളായിരിക്കും. അത് മുഹമ്മദ് റഫി ആയാലും കിഷോർ കുമാർ ആയാലും. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ജയേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിരിക്കുകയാണ്, കിഷോർ ദാ, മുഹമ്മദ് ദാ, അങ്ങനെ റഫീജി അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് എന്താ പറയുക, കിഷോർ കുമാർ, മുഹമ്മദ് റഫി, മുകേഷ് ഇങ്ങനെയൊക്കെയല്ലേ പറയുക. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ ആ ഭാഷകളിലുണ്ട് അല്ലേ. അതുപോലെ ദാസേട്ടനായാലും ജയേട്ടനൊക്കെ ആണെങ്കിലും സ്റ്റേജിൽ വന്ന് അവരെക്കാട്ടും മുതിർന്നൊരു പാട്ടുകാരൻ വന്നിരിക്കുമ്പോൾ അവർ നമുക്ക് ഇരിക്കാനും കൂടി മതിയായിട്ടൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ വലുതായാലും നമ്മളെക്കാട്ടിൽ ബഹുമാനപ്പെട്ടവർ അല്ലെങ്കിൽ അവർ മനസ്സിൽ ആരാധിക്കുന്നവർ, സ്ഥാനങ്ങൾക്കൊക്കെ വില കൊടുക്കുന്നവർ, എന്താ പറയുക, ഒരു കൾച്ചറിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ കൂടിയാണ് അവരല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ ചിന്തയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നി കേട്ടോ, ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ ഇന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ മറക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അവൻ്റെ അവസാനത്തെ ഒരു അടയാളമാണ് എന്തായി നമ്മുടെ ഈ ശരീരം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. ആത്മാവ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഈ ഭൂമിയിൽ നിന്നും അവസാനമായി അവൻ്റെ എല്ലാം ഇവിടുന്ന് വിടവരണ ആ ഒരു നിമിഷം മനസ്സിന് ചെറിയൊരു നോവും നൊമ്പരും ഒക്കെ ഉണ്ടാവും. ഇനി ഈ മനുഷ്യനെ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റില്ലല്ലോ, ഇന്നൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഓർമ്മയായി മാറിയല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇവരൊന്നും ഒരിക്കലും ഓർമ്മയല്ല, ഇവർ നമ്മുടെ കൂടെ ജീവിക്കുന്നു അല്ലേ. അവരുടെ പാട്ടിലൂടെ നമ്മൾ ഓരോ ദിവസവും ഇപ്പോഴും ചിലപ്പോൾ പോകുമ്പോൾ നല്ലൊരു പാട്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പോയി കഴിഞ്ഞാൽ ഒരു നല്ല പാട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ലെജൻസിൻ്റെ പാട്ടൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുക അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അമ്മേനോട് ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു പാട്ട് എനിക്കിഷ്ടമുള്ള 1-2 പാട്ട് എന്ന് വെച്ചാൽ പാട്ട് യൂട്യൂബിൽ പാടാൻ പാടില്ല, കോപ്പറേറ്റ് വരുന്നത്, അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമമൊക്കെ. അപ്പോൾ നമുക്ക് ഒരു വരിയാണ് പാടാൻ പാടില്ല, അതിന് കൂടുതൽ പാടരുത്. അപ്പോൾ ഒരു പാട്ട് ഞാൻ ഓർമ്മയിൽ പറയട്ടെ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുമെൻ പൂങ്കുയിലെ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാട്ടോ. ഈ പാട്ട് ദേവേന്ദ്ര മാഷിനടുത്ത് പോയിട്ട് ഈ പാട്ടിൻ്റെ വരികൾ ദേവരാജ മാഷ് അവിടെ പോയിട്ട് ഈ പാട്ടിൻ്റെ വരികൾ ഒന്ന് പാടി കേൾപ്പിക്കുമല്ലോ. മൂപ്പര് വളരെ നന്നായിട്ട് പാടും അത്ര. അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് സ്വയം മറന്നുപോയി. എന്നാൽ നമ്മുടെ ജയേട്ടൻ മറന്നുപോയി. മൂപ്പർ ആദ്യം ഒന്ന് പാടി. അപ്പോൾ പറഞ്ഞത് ഇത്ര ഉച്ചത്തിൽ പാടരുത്, പാടിക്കഴിഞ്ഞാൽ അത് മോളാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാൻ കിടക്കണ അതെങ്ങനെയാണ് ഉറക്കവും കിട്ടണം, അല്ലാണ്ട് പാട്ട് പാടിയത് ഉണർത്തല്ല ചെയ്യേണ്ടത്, അതുപോലെ പാടുന്ന അത് പറയാനൊരു മടിയില്ല വേണ്ട. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഒരു അനുരാഗം തോന്നുന്നൊരു പാട്ടുണ്ട് എന്ന് വെച്ചാൽ ആർക്കും തോന്നും. ആ പാട്ട് കേട്ടാലേ ഒരു അനുരാഗം വരും കേട്ടോ. അനുരാഗം ഇല്ലാത്തൊരു വ്യക്തിയുടെ ഉള്ളിലും കൂടെ ഒരു അനുരാഗത്തിൻ്റെ മുട്ടിങ്ങനെ എന്താ പറയുക പൂവാവെന്ന് പറയുമ്പോൾ ഒരു പാട്ടാണ്.
അനുരാഗ ഗാനം പോലെ. അത് ചേട്ടപ്പാടി ആദ്യത്തെ പാട്ടാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ കേട്ടോ. നമ്മുടെ ഓർമ്മയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ വഴിയുണ്ട്, എന്നാലും നമുക്കത് സമ്മതിച്ചു കൊടുക്കാം, ആയിരിക്കും. അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരുമേ ദേവതേ. ഇപ്പൊ യൂട്യൂബിൽ പാടാത്തതുകൊണ്ട് ഇപ്പൊ പാട്ടേ പാടാറില്ല അമ്മ അല്ലേ. ഇതിൽ പാടലങ്ങോട്ട് നിർത്തിയപ്പോ അമ്മയ്ക്ക് തോന്നണം ആകെ പാടാൻ കിട്ടിയൊരു പ്ലാറ്റ്ഫോം ആകും. അതിലും കൂടി പാടാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇനി പാട്ടേ വേണ്ട നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു വരി പാടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, സിനിമയുടെ പേര് രംഗനായിക്ക്. ആ സിനിമയുടെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു നടി ഉണ്ടായിരുന്നു, നടിയുടെ പേര് ആർത്തി. എൻ്റെ മെമ്മറി ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അതാണ് കന്നഡ സിനിമ കണ്ട ഏറ്റവും വലിയ ഡയറക്ടർ. അങ്ങോരുടെ സിനിമയിൽ ഇങ്ങോരിൻ്റെ പാട്ട് നിർബന്ധമായിരുന്നു. യേശുദാസും ദാസേട്ടനും ജയേട്ടനൊക്കെ പറഞ്ഞ വളരെ വളരെ നിർബന്ധമാണ്. യേശുദാസ് എന്ന് പറഞ്ഞ് കണ്ടില്ല, അങ്ങനെ അറിയേണ്ട നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ വന്നു പോകും, പക്ഷെ അവരെ പോലുള്ളവർക്ക് ഉറക്കത്തിലും കൂടി വരില്ല എന്നുള്ളതാണ്. ആ സംസ്കാരം എവിടെയും വിട്ടുപോകില്ല, നമുക്കൊക്കെ ചില ഇടയ്ക്കൊക്കെ വിട്ടുപോകും. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, എന്താ അറിയാം, മന്ദാര പുഷ്പവുനീനു. കന്നഡ പാട്ടാണേ, അമ്മേനോടല്ല പറഞ്ഞത്. മന്ദാര പുഷ്പവുനീനു സിന്ദൂര പ്രതിഭയിനീനു. ಮಂದಾರ ಪುಷ್ಪವು ನೀನು ಸಿಂಧೂರ ಪ್ರತಿಮೆಯು ನೀನು. പിന്നെ എന്റെ വരി കിട്ടുന്നില്ല. ഗന്ധർവ രാഗവാണി. അല്ല ഞാനല്ലല്ലോ. റാണി 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 മന്ദാര പുഷ്പവു നീനു. ഒരു മിക്സ് ആക്ഷൻ 500 കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തൊണ്ടയിൽ എന്തോ ഒരു സാധനം കിറുകിരി 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 എന്ന് പറയും കേട്ടോ. അത് സാരില്ല, അത് പാടാണ്ടാണ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തായാലും മലയാളമായി കന്നഡായി, ഇനി ഒരിക്കലും നമ്മുടെ ഒരു തമിഴ് മറക്കാൻ പറ്റില്ല. ഒരേ ഒരു പാട്ട് തമിഴ്, അതെന്ന് വെച്ചാൽ ആ കാലഘട്ടം എന്നല്ല, ആ പാടിയ കാലഘട്ടം ഒന്നാണെങ്കിൽ 80കളിലാണെങ്കിൽ 90കളിലും ആ പാട്ടുകൾ തന്നെയായിരുന്നു. 2000-ലും ആ പാട്ടാണ്. എന്തിന് 2025 കൂടി ജനം മറക്കാത്ത അത്രയും വലിയൊരു പാട്ടാണത്. എന്ന് വെച്ചാൽ ജനഹൃദയങ്ങളുടെ അത്ര ആഴത്തിൽ പതിഞ്ഞൊരു പാട്ടാണത്. പറയും ആ പടത്തിന്റെ നായകൻ വിജയകാന്താണ്. കാറ്റാടി പോലാടത്, റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടത്, അങ്ങനെയുള്ള പാട്ടുകൾ. അത് എവർഗ്രീൻ പാട്ടാണ്. കാരണം എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഇതുവരെ പാടി ഞാൻ പറഞ്ഞ പാട്ടല്ല എവർഗ്രീൻ തന്നെയാണ്. തമിഴിൽ കുറേ പാട്ടുകളുണ്ട്. രജനി തൻവീട്ടിലെ കനകാംബരങ്ങൾ അത്ര പാടാൻ പാടുള്ളൂ. എവിടൊക്കെ പോണ്, മറന്നു പോരുത്. കനകാംബരം അല്ല പാടുക, മൊത്തത്തിൽ നമ്മുടെ വീഡിയോ പാടിപ്പോവും കൂടുതൽ പാടുക. കാരണം എന്താ കോപ്പിറൈറ്റ് എന്നൊരു സംഭവം ഉണ്ട്. അമ്മ പാടാൻ പറഞ്ഞപ്പോ അമ്മ പഴയ രീതിയിലേക്ക് അങ്ങോട്ട് പോയില്ലേ. അപ്പോൾ ഇത്തരത്തില മനോഹരമായ ഗാനങ്ങൾ 10,000 ചില്ലറ എത്രയോ പാട്ടുകൾ കാണില്ല മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇപ്പൊ നമ്മള് എത്ര കാലങ്ങൾ കടന്നു പോയാലും ഇവരെല്ലാം മരണമില്ലാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് നമ്മളിലൂടെയൊക്കെ ഈ പാട്ടിലൂടെ നമ്മുടെ കൂടെ അവർ ജീവിക്കുക. ഇപ്പൊ എന്തിന് റഫീജി നമ്മുടെ മനസ്സിലില്ലേ, പിന്നെ മുകേഷ് ജി നമ്മുടെ മനസ്സിലില്ലേ, കിഷോർ ജിയിലെ ലതാ മങ്കേഷ്കർ ജിയിലെ മന്നാടയില്ലേ, അതുപോലെ എന്താ പറയാ നമ്മുടെ SPB അവരെ മറക്കാൻ പറ്റുമോ? അങ്ങനെ കുറെ അങ്ങനെ എല്ലാവരും സിനിമ അവരൊന്നും ഒരിക്കലും ഒരു കാലത്ത് മറക്കാൻ പറ്റും. ശോകഗാനങ്ങൾ പറഞ്ഞ് ഇത്രത്തോളം എന്താ പറഞ്ഞാ ഇവർക്ക് മരണത്തെ ജയിച്ചവരാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊന്നും മരണമില്ല. എന്താ പറയുക, നമ്മുടെ അവരുടെ മുടിപ്പാട്ട് പാടാത്ത ഒരു ദിവസം ഇപ്പൊ എത്ര തന്നെ ഇപ്പൊ പുതുമയുള്ള പാട്ടുകൾ വന്നാലും എപ്പോഴും കേൾക്കുന്നത് ആൾക്കാർ ഈ പഴയ പാട്ടുകളാണ്. നീ വേണേ നോക്കിക്കോ, ഏത് ചെറുപ്പക്കാരാണെങ്കിലും ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിപാടിയിൽ പാടാൻ വരുമ്പോൾ അവർ പാടുന്നത് പഴയ പാട്ടാണ്. എന്തുകൊണ്ടാണ് പുതിയ പാട്ട് പാടാത്തത്? ആ വരികൾ. അതുപോലെ തന്നെ ജയന്റെ പ്രത്യേക ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ മുഖത്ത് നോക്കി മൂപ്പര് പറയണ്ട. ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അതുപോലെ റിമിക്സ് ചെയ്യണത്, അതിനെപ്പറ്റി മൂപ്പര് പറഞ്ഞൊരു കാര്യം,
വളരെ കറക്റ്റാണ്. എന്താ അറിയോ, ഒരു വ്യക്തി ഒരു മ്യൂസിക് ഡയറക്ടർ ഇത്രയും സുന്ദരമായി അതിനെ എഴുതി അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആളുടെ ജീവാത്മാവായിരിക്കും അത്. ഇപ്പം അമ്മ എഴുതുന്ന കഥ, അമ്മ എഴുതുന്ന കവിത അമ്മയ്ക്ക് മാത്രം സ്വന്തമാണ്. അതിനെ തിരുത്താനുള്ള ഒരു അധികാരം എനിക്കില്ല. കാരണം അമ്മയുടെ ആ എഴുത്തുകൾ, അതൊരു കവിതയാവട്ടെ എന്താവട്ടെ, അത് അമ്മയുടെ മാത്രം സ്വന്തമാണ്. അതിനൊരു അക്ഷരം പോലും തിരുത്താനുള്ള അധികാരം എനിക്കില്ല. അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ച് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരാളുടെ പാട്ട് എന്ന് പറയുന്ന പാട്ട് അതിമനോഹരമായി പലവട്ടം ചിന്തിച്ച് എഴുതി ഉറപ്പിച്ച ആ ഒരു സംഗീതത്തിനൊക്കെ പിന്നെ കൊണ്ടുവന്ന് എന്തൊക്കെയോ റാപ്പ്, റിമിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യമായിട്ട് ഈ പാടിയ ആൾക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മൂപ്പർ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറയും. അതെ, പാട്ടിന് അതിൻ്റെ ആത്മാവുണ്ട്, പാട്ടിനൊരു ആത്മാവുണ്ട്, സൗന്ദര്യമുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. അതുപോലെ തന്നെ ആ കാലഘട്ടത്ത് അതിന് മ്യൂസിക് കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ടാവും, തബലിസ്റ്റ് ഉണ്ടാവും, വയലിൻ വായിച്ച ആൾക്കാരുണ്ടാവും, അവർക്ക് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മനസ്സിന് ഞങ്ങൾ അന്ന് ചെയ്തത് എന്താ ശരിയായില്ലേ? എന്തിനാണ് നമുക്കൊരു സൃഷ്ടിയാണെങ്കിൽ അത് നമ്മുടെ ഒരു പുതിയ സൃഷ്ടിയാവണം. അല്ലാതെ മറ്റാരോ നൽകിയ ഒരു സൃഷ്ടിനെ വീണ്ടും വീണ്ടും കൊളാക്കി ഇതാണ് ഇന്നത്തെ ഒരു ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത് എനിക്കും എന്താ പറയുക, അത് അവര് ഏറ്റവും കൂടുതൽ ഏതൊക്കെ രീതിയിൽ നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കിയതാണത്. പിന്നെ അതിനെങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഉൾക്കൊള്ളാം. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ജനങ്ങളും തീർച്ചയായിട്ടും ടി വിയുടെ മുമ്പത്തായിരിക്കും. ഒരു യൂട്യൂബിൽ എന്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും മഹത്തായ ഒരു വ്യക്തി നമ്മുടെയൊക്കെ എന്താ പറയുക, ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു 2 വാക്യങ്ങൾ അതിനെപ്പറ്റി പറയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യത്വം ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? എന്തൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിക്കുന്നു. ഇങ്ങനെ എനിക്കിത് ഉടയാണ്ട് കിടക്കുന്നതാണ് ഇഷ്ടം. വേണം ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് ഉടഞ്ഞോളൂ. പക്ഷേ എനിക്ക് ഉടയാതെ എടുക്കുന്നത്. പിന്നെ ചിലർക്ക് ഇതിൽ പുളി ഒഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി പുളി ഒഴിച്ചോളൂ. പക്ഷേ ഞങ്ങളിതിൽ പുളി ഒഴിക്കാറില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിൽ വേറെ ഒന്നും വേണ്ട. ഇതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇരുന്ന് വറ്റിക്കോളാം. അപ്പോൾ ഈ ചാറ് ഉണ്ടെങ്കിൽ ഇതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചേമ്പല്ലേ, അതിനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ തുള്ളിക്കൊള്ളാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം അറിയോ? കഞ്ഞി. ഇതിപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ വറ്റിയിട്ട് ഒരു തുള്ളി ചാറായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം അത് കൂട്ടിയിട്ട് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയുടെ മണവും നമ്മളിതിൽ ഇട്ടതൊക്കെ നാടൻ സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ മലയാള ഭാഷയുള്ളവരെയും ലോക സംഗീതമുള്ളവരെയും ഇതുപോലെയുള്ള ലെജൻഡുകൾ ഒരിക്കലും മൺമറഞ്ഞ് പോകുന്നില്ല. അവരൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ചില പാട്ടിലൂടെ നമ്മൾ കേൾക്കാം, നമ്മുടെ സ്വരത്തിലൂടെ വീണ്ടും വീണ്ടും അവർ ജനിച്ചുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ സംഗീതത്തിന് ഈശ്വര സ്പർശം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ, ഈശ്വര സാന്നിധ്യം സംഗീതത്തിനുണ്ടെങ്കിൽ ഈശ്വര സ്പർശം തീർച്ചയായിട്ടും ഈ മഹത്തായ വ്യക്തിത്വങ്ങളായിരിക്കും. ഇവരെന്നും ചിരഞ്ജീവികളായിരിക്കും. ഏത് കാലത്തും ഇവർ നമ്മുടെ ഓർമ്മയിൽ ഇന്ന പേര് എന്ന് പറയുമ്പോൾ ഇന്ന പാട്ട് എന്ന് ഓർമ്മ വരും. അത്രയും മഹത്തായ ആ ആത്മാക്കൾക്ക് എന്നും നിത്യശാന്തി കിട്ടട്ടെ. ഇനിയൊരു ജന്മം കൂടി അങ്ങനെ നമ്മുടെ ഭൂമിയിൽ ജനിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ ഈ വീഡിയോ, അല്ലേ? അപ്പോൾ ഇത് കൂട്ടി കഴിക്കാനൊന്നും വിളിക്കുന്നില്ലേ? അമ്മ എന്താ പറഞ്ഞ പവർ കട്ടായ എന്തോ ഒരു ലൈറ്റ് പോലെ എന്തോ ഒരു. അപ്പൊ ഇതാണ് ഇന്നത്തെ ചേമ്പ് മുളകുശ്യം. അപ്പൊ നിങ്ങള് ട്രാൻസ്ഫോമർ കേട് വന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ കറണ്ട് പോയിട്ട് വീട്ടിൽ ഇരുട്ടായിട്ടിരിക്കുന്ന അമ്മേനെ പോലെയാണെന്ന്. അതല്ല, എന്തോ ഒരു നമുക്ക് എന്തോ ഒരു വിഷമം മനസ്സിലേക്ക് തോന്നുന്നു. എന്താറിയോ, നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടതല്ലേ ഈ പാട്ടുകളും അവരുടെ ഇതൊക്കെ. അപ്പൊ ഇടയ്ക്കൊക്കെ അങ്ങനെ ടി വിയിൽ ശരിക്കും പറയണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാരണന്മാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അംഗം അതുപോലെ നമുക്ക്. അതുമല്ല, ചെറുപ്പം തൊട്ട് എന്റെയൊക്കെ ചെറിയ പ്രായം തൊട്ടേ ഈ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടതല്ലേ റേഡിയോയിലും ടേപ്പ് റെക്കോർഡിലും റെക്കോർഡ് പ്ലെയറിലും. പിന്നെ ഇതിലൊക്കെ ഒരു വലിയൊരു സംഭവം എന്താന്ന് പറഞ്ഞമ്മ, മനുഷ്യൻ എത്രത്തോടായാലും പ്രായം എന്നൊന്നുണ്ട്. അത് വരുമ്പോൾ നമ്മളൊക്കെ ഈ റൂമിൽ വിട പറഞ്ഞ് പൂവന്നെ വേണം. പിന്നെ സ്വാഭാവികമാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ ആൾക്കാർക്ക് പറയാം. പക്ഷെ ഒരു സത്യം ഉണ്ട് കേട്ടോ, മരണം മനുഷ്യൻ ആയുസ് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ടല്ലോ. ആ സമയമാകുമ്പോൾ ഒരു അസുഖം എന്നുള്ള പേരിലോ എന്തെങ്കിലും ഒരു കാരണം ആ മനുഷ്യനെ തേടി വരുന്നുള്ളതാണ്. അങ്ങനെ ഓരോ മനുഷ്യനും ഇവിടുന്ന് പൂവന്നെ വേണമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതായില്ലേ? അപ്പോൾ ഇത് ഇനി ഞാനൊരു വെണ്ടയ്ക്കയും കൊണ്ട് ഒരു തൈര് എന്താ പറയുക മോര് കറി, വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള മോര് കറി വയ്ക്കും. അത്രയാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ അത് കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും ഊണ് കഴിക്കാൻ വരുന്നുണ്ടോ? എല്ലാവരും വന്നാൽ ഞാൻ അല്ല, എല്ലാവരും അല്ല, ആരെങ്കിലും ഇങ്ങനെ കരഞ്ഞ പോലെ ഒന്നാമത് ചേമ്പാണ് വെച്ചെടുക്കണം. പിന്നെ ചേമ്പ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ച അല്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ച ആരമ്മ വരിക? കറിയണമൊന്നുമില്ല. ഞാന് ഇത് കൂട്ടി കഴിക്കാനും ഇഷ്ടപ്പെട്ടവരുണ്ടാവും. ചിരിച്ചിട്ട് വിളിക്കുവോ? ഞാനേ വെണ്ടയ്ക്ക മോര് കറി വെക്കുന്നുണ്ട്. മോര് കറിയില് വെണ്ടയ്ക്ക കൊണ്ട്
അപ്പം അത് കൂട്ടി കഴിക്കാൻ നിങ്ങൾ വരും കേട്ടോ. ഈ ചേമ്പും തരാം ഞാൻ. ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്ന് ആർക്കും ഒന്നുമില്ല. അതിനെന്തിനാ ഒരു കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടുള്ളത്? ആ ശരി. അപ്പൊ എല്ലാവർക്കും ബായ്. എന്റെ ഓർമ്മ എവിടെ? അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഭഗവാന്. ശരി, ഓക്കെ. ബായ് പറയില്ലേ? ബായ് പറഞ്ഞോ? പറഞ്ഞു.